ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്നൊരു സിമ്പിൾ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ UAE ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇതൊരു ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡേറ്റ്സ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 9 ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചതാണ്. ഇനി ഈന്തപ്പഴം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് ഷേക്ക് കുറച്ച് തിക്കായിട്ട് വരാനും വേണ്ടിയിട്ട് കുറച്ച് പാലിൽ ഈ ഈന്തപ്പഴം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഈന്തപ്പഴം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ച് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് മിൽക്കാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈന്തപ്പഴം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഞാൻ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാലൊക്കെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പാല് കുറച്ച് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈന്തപ്പഴത്തിൽ പാലൊന്ന് കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ജ്യൂസ് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം പാലും ഈന്തപ്പഴവും ഐസാക്കിയതുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം കേട്ടോ, അതുകൊണ്ടാണ് 4 ബിസ്ക്കറ്റ് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ചുള്ള പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായ തേനും 2 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേനേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ തേൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടത്തിൽ ഒരു പകുതി പഴമോ റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ഒരു പകുതി കഷ്ണം ആപ്പിളോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈന്തപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഈന്തപ്പഴം അങ്ങനെ തന്നെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടം ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുത്താൽ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാത്രമല്ല ഇൻഗ്രീഡിയൻസൊക്കെ വീട്ടിൽ എപ്പോഴും അവൈലബിളും ആണ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഒരു ഡേറ്റ്സ് മിൽക്ക് ഷേക്കിനെക്കാട്ടിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് അതിലോൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.